നമസ്കാരം. ട്രിവാൻഡ്രം പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രഫാസ് വഞ്ഞറമൂടാണ്. നമുക്കിന്ന് നല്ലൊരു വീട് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു വീട് വരുന്നത് ശാർക്കര ദേവീക്ഷേത്രത്തിന് സമീപമായിട്ടാണ്. നമുക്ക് ട്രഡീഷണൽ രീതിയിലൊക്കെ വീട് നോക്കുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ളൊരു ഹൗസാണ് നമ്മുടെ ഈ ഒരു വീട്. 2110 സ്ക്വയർ ഫീറ്റ് അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു വീട്. അതുപോലെ തന്നെ 10 സെൻറ്റിൽ വിശാലമായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ഈ ഒരു വീട് വരുന്നത്. നമ്മുടെ ഈ ഒരു വീട്ടിൽ നിന്ന് തൊട്ടടുത്തായിട്ടാണ് ചിറയൻകീഴ് ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിന്ന് നടന്നു പോകാൻ കഴിയത്തക്ക ദൂരം മാത്രമേ വരുന്നുള്ളൂ. നമ്മുടെ ഈ ഒരു വീടെന്ന് പറയുന്നത് നല്ലൊരു ട്രഡീഷണൽ രീതിയിലുള്ള ഒരു വീടാണ്. അതുപോലെ തന്നെ നല്ല ഒരു പഴയകാല രീതിയിലുള്ള ഒരു വിൻറ്റേജ് കാര്യങ്ങളൊക്കെ എല്ലാം നിലനിർത്തിക്കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് നമ്മുടെ ഈ ഒരു വീട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ശാർക്കര ദേവി ടെമ്പിൾ കാണാനായിട്ട് കഴിയും. നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ കാർ പാർക്കിംഗ് ഏരിയ, അതിവിശാലമായിട്ടുള്ളൊരു കാർ പാർക്കിംഗ് ഏരിയ തന്നെ നമുക്കുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്ക് ഒരു കാറ് പാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് 2 കാറ് പാർക്ക് ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ നമുക്ക് ഒരു 3 വലിയ കാറ് വരെ നമുക്ക് ഈ ഒരു വീട്ടിൽ പാർക്ക് ചെയ്യാനായിട്ട് കഴിയും. നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സിറ്റ് ഔട്ട് തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡോർ ഒരു പഴയ ഒരു ഡിസൈനിൽ നല്ല ഒരു ഡിസൈനാണ് കാണാനായിട്ട് കഴിയുന്നത്. നമുക്ക് പ്ലാവിൽ തീർത്തിട്ടുള്ള ഒരു തടിയാണ് നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഡോറിന് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വീടിൻ്റെ ഉൾക്കാഴ്ചകളിലേക്ക് പോവാം. നമുക്ക് ഈ ഒരു വീട് വരുന്നത് 2110 സ്ക്വയർ ഫീറ്റ് ആണ്. അതുപോലെ തന്നെ 5 ബെഡ്റൂമാണ് നമുക്ക് വരുന്നത്. 2 ബെഡ്റൂം താഴെയും അതുപോലെ തന്നെ 3 ബെഡ്റൂം മുകൾ ഭാഗത്തുമായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് 4 അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നു. പിന്നെ നമുക്കൊരു ഹാള്, ഒരു കിച്ചൺ, ഒരു സിറ്റ് ഔട്ട്, 5 ബെഡ്റൂം, ഇത്രയാണ് നമുക്ക് ഈ ഒരു ഹൗസിന് വരുന്നത്. അതുപോലെ ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. നമുക്ക് ഈ ഒരു ഫ്ലോറിലെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വീട്ടിൽ നിന്ന് തൊട്ടടുത്തായിട്ടാണ് ശാർക്കര ദേവി ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ചിറയൻകീഴേക്ക് പോകാൻ 500 മീറ്റർ മാത്രമാണ് വരുന്നത്. അതുപോലെ ഈ ഒരു ഹൗസിൽ നിന്ന് ആറ്റിങ്ങലിലേക്ക് പോകാൻ 8 കിലോമീറ്റർ മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരുമ്പോൾ നമുക്ക് അതിവിശാലമായിട്ടുള്ളൊരു ഹാള് തന്നെ ഈ ഭാഗത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. വലിയ ഒരു ഹാള് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നമുക്ക് ഈ വീട്ടിലേക്ക് വരുമ്പോഴുള്ള ആദ്യത്തെ ബെഡ്റൂമാണിത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ് നമ്മുടെ ഈ ഒരു ബെഡ്റൂം വരുന്നത്. അതുപോലെ തന്നെ നല്ല ഒരു വിൻറ്റേജ് രീതിയിലുള്ള ഒരു അലമാര കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു റൂമിനകത്ത് കാണാനായിട്ട് കഴിയുന്നത്. നമുക്ക് കിച്ചൺ സൈഡിലേക്ക് വരുമ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചൺ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു സ്റ്റോറേജ് സ്പേസ്
നമുക്ക് ഈ ഒരു കിച്ചണ് ലഭിക്കുന്നുണ്ട്. നമുക്ക് ഈ വീട്ടിലേക്ക് വരുമ്പോൾ താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം. ഇവിടെ നല്ല രീതിയിലുള്ള ഒരു ലൈറ്റ്, ഒരു പഴയ ഒരു വിൻറ്റേജ് രീതിയിലുള്ള ഒരു ലൈറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ഈ ഒരു റൂമിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. വളരെ ഭംഗിയിലുള്ള ഒരു ലൈറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു റൂമിൽ നല്ലൊരു വിൻറ്റേജ് രീതിയിലുള്ള ഒരു അലമാരയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ അതിവിശാലമായിട്ടൊരു ഹാള് തന്നെ ഇതേ ഈ ഭാഗത്തായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഇവിടെ പഴയ രീതിയിലുള്ള നല്ലൊരു ക്വാളിറ്റിയിലുള്ളൊരു മാർബിളാണ് നമുക്ക് ഈ ഒരു മുകൾ ഭാഗത്തെ ഹാളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു സ്റ്റെയർ കേസ് ഭാഗത്തേക്ക് വരുമ്പോൾ ട്രഡീഷണൽ രീതിയിലുള്ള ഒരു വുഡ് കാര്യങ്ങളൊക്കെയാണ് ദേ ഈ ഭാഗത്തൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ വളരെ ഭംഗിയിലുള്ള ഒരു ഡിസൈനാണ് ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ 3 ബെഡ്റൂമാണ് വരുന്നത്. ഇതിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലം തന്നെ നമുക്ക് ഈ ഒരു റൂമിന് ലഭിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു കോമൺ ആയിട്ടൊരു ബാത്റൂം വരുന്നുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂം തന്നെയാണ് നമ്മുടെ ഈ ഒരു ബാത്റൂം. അതുപോലെ നമുക്ക് ഈ റൂമിൽ നിന്ന് പോകുമ്പോൾ ഒരു അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടൊരു ബാൽക്കണിയിലേക്കാണ് പോകുന്നത്. അത്യാവശ്യം നല്ല വ്യൂ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയിലാണ് നമ്മുടെ ഈ ഒരു ബാൽക്കണി സൈഡ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ ഫലഭൂഷ്ടമായിട്ടുള്ള വൃക്ഷങ്ങളും കാര്യങ്ങളുമാണ് നമുക്ക് വരുന്നത്. നല്ല ഒരു ശുദ്ധവായു ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയറും കാര്യമാണ് നമുക്ക് ഈ ഒരു വീടിന് ലഭിക്കുന്നത്. നമുക്ക് ഈ ഒരു ബാൽക്കണി സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഒരു വ്യൂ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഫലഭൂഷ്ടമായിട്ടുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് കാണാനായിട്ട് കഴിയുന്നത്. നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ ഒരു പഴയ ഒരു തറവാട് മോഡലിലുള്ള ഒരു ഹൗസാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വീടിന് ചുറ്റാകായിട്ട് തന്നെ നമുക്ക് മാവ്, അതുപോലെ തന്നെ പ്ലാവ്, തെങ്ങ്, ഇങ്ങനെയുള്ള ഫലപുഷ്ട വൃക്ഷാദികളെല്ലാം നമുക്ക് ഈ ഒരു വീടിന് ചുറ്റാകെ വരുന്നുണ്ട്.
എന്തായാലും നമ്മുടെ ഈ ഒരു ട്രഡീഷണൽ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. നിങ്ങളൊരു ലാൻഡ് ഓണർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഒരു ഹൗസ് ഓണർ ആയിക്കോട്ടെ, നിങ്ങളുടെ വീട് അല്ലെങ്കിൽ വസ്തു എളുപ്പത്തിൽ വിൽക്കുന്നതിന് താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക.